Hello friends, this is Reshma. Welcome to my YouTube channel Nest with Reshma. Learn, Speak, Succeed. ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റായി കാണുന്ന ഒരു ടോപ്പിക്കാണ് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇന്ന് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് വിശദമായി ഒന്ന് പഠിക്കാൻ പോവുകയാണ്. കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് ക്ലോസ്? ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ലോസിനെ ഡിഫൈൻ ചെയ്യാം? എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ്. അല്ലേ? എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് എ വെർബ്. ഒരു വെർബും ഒരു സബ്ജക്റ്റും ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ ഒരു കൂട്ടമാണ് ക്ലോസ് എന്ന് പറയുന്നത്. അല്ലേ? ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, അതിലൊരു വെർബും ഉണ്ടായിരിക്കണം. അത് അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കതിനെ ഒരു ക്ലോസ് എന്ന് വിളിക്കാം. അല്ലേ? 2 എക്സാമ്പിൾസ് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ എക്സാമ്പിളാണ് ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇതെന്താണ്? ഒരു സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്? ഇതിനൊരു കംപ്ലീറ്റ് മീനിങ് നൽകാൻ സാധിക്കുന്നത് കൊണ്ട് നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? ഇതിനെ ഒരു സെൻറ്റൻസ് എന്ന് വിളിക്കാം. അല്ലേ? എന്നാൽ ഇത് ഒരു ക്ലോസ് കൂടിയാണ്. ദിസ് ഈസ് ഓൾസോ എ ക്ലോസ്. എന്തുകൊണ്ടാണ് ക്ലോസ് എന്ന് വിളിക്കാൻ കാരണം? ഈ ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ നമുക്കൊരു സബ്ജക്റ്റിനെയും കാണാം, ഒരു വെർബിനെയും കാണാം. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ഷീ ആണ്. വെർബ് ഏതാണ്? ഈസ് റീഡിങ് ആണ്. എങ്കിൽ എന്താ മനസ്സിലായത്? ഇതൊരു സെൻറ്റൻസുമാണ്, ഇതൊരു ക്ലോസുമാണ്. അല്ലേ? എങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ഒന്ന് നോക്കൂ. വെൻ ഇറ്റ് റെയിൻസ്. അത് ഒരു സെൻറ്റൻസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലേ? അതൊരു സെൻറ്റൻസ് അല്ല. കാരണം എന്താ? നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് ക്ലോസ് എന്ന് വിളിക്കാൻ പറ്റുമോ? യെസ്, തീർച്ചയായും വിളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇതിലൊരു സബ്ജക്റ്റും ഉണ്ട്, ഇതിലൊരു വെർബുമുണ്ട്. ഇതിലെ സബ്ജക്റ്റ് ഏതാണ്? ഇറ്റ്. ഇതിലെ വെർബ് ഏതാണ്? റെയിൻസ്. അല്ലേ? അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ് മീനിങ് ഇല്ലെങ്കിലും ഇതിലൊരു സബ്ജക്റ്റും വെർബും ഉള്ളതുകൊണ്ട് ക്ലോസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ക്ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് നൽകണമെന്നില്ല, നൽകാം, നൽകാതിരിക്കാം. പക്ഷേ എന്തുണ്ടായിരിക്കണം? ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു വെർബും ഉണ്ടായിരിക്കണം. ഇതൊരു ജസ്റ്റ് അറിവിലേക്കൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഈ ഒരു ടേം ക്ലോസ് ആവർത്തിച്ച് ടേം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ടോപ്പിക് എന്താണ്? കണ്ടീഷണൽ സെൻറ്റൻസ്. അല്ലേ? കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് വീണ്ടും നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണങ്ങളിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അപ്പം എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്, ഒരു 2 സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? എന്താണ് ആദ്യത്തെ സെൻറ്റൻസ്? ഇഫ് യു സ്റ്റഡി ഹാഡ് യു വിൽ സക്സീഡ്. ഇഫ് യു സ്റ്റഡി ഹാഡ് യു വിൽ സക്സീഡ്. അല്ലേ? അടുത്ത സെൻറ്റൻസ് എന്താണ്? ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. എന്താണ് ഈ സെൻറ്റൻസുകളുടെ പ്രത്യേകത? അതെ, ഈ സെൻറ്റൻസുകൾ ഇഫിലാണ് ആരംഭിക്കുന്നത്. അല്ലേ? ഇഫിൽ ആരംഭിക്കുന്ന സെൻറ്റൻസുകളാണ്. അതുമാത്രമാണോ? അല്ല. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് പറയുന്നത്. ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അല്ലേ? ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ എന്താണ് കണ്ടീഷൻ പറയുന്നത്? ഇഫ് യു സ്റ്റഡി ഹാർഡ്. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അതിനൊരു റിസൾട്ട് ഉണ്ടാവും. യു വിൽ സക്സീഡ്. നീ വിജയിക്കും. അപ്പോൾ നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ വിജയിക്കും. അവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, അതിനൊരു റിസൾട്ടും പറയുന്നു. എന്താണ് കണ്ടീഷൻ? ഇഫ് യു സ്റ്റഡി ഹാർഡ്. റിസൾട്ട് എന്താണ്? യു വിൽ സക്സീഡ്. അല്ലേ? അടുത്ത ഒരു സെൻറ്റൻസ് കൂടെ നോക്കിയേ. ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. എപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്നത്? ഇഫ് ഇറ്റ് റെയിൻസ്. മഴ പെയ്യുകയാണെങ്കിൽ. അതൊരു കണ്ടീഷനാണ്. കണ്ടീഷൻ പറയുന്നു, അതിനൊരു റിസൾട്ടും പറയുന്നു. അല്ലേ? ഇതിൽ നിന്നും കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ? എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ്?
ഈ രണ്ട് സെൻറ്റൻസുകളെ നമുക്ക് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസിനൊരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ? അതെ, എ കണ്ടീഷണൽ സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസസ് എ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു കണ്ടീഷൻ എക്സ്പ്രസ് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഒരു കണ്ടീഷനും അതിൻ്റെ റിസൾട്ടും എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. അതിലൊരു കണ്ടീഷനും ഉണ്ടാകണം, അതിൻ്റെ റിസൾട്ടും പറയുന്നു. ഒന്നുകൂടി ഞാൻ ആ എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ്, അതൊരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം, ഇത് രണ്ടും കണ്ടീഷണൽ സെൻറ്റൻസിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. വേറൊരു സെൻറ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ആ സെൻറ്റൻസ്? എല്ലാവർക്കും കാണാൻ കഴിയുമല്ലോ. ഇഫ് യു പ്ലേ വെൽ യു വിൽ വിൻ ദ മാച്ച്. ഇഫ് യു പ്ലേ വെൽ യു വിൽ വിൻ ദ മാച്ച്. എന്താണത്? അതെ, നിങ്ങൾ നന്നായി കളിക്കുകയാണെങ്കിൽ നിങ്ങൾ മാച്ചിൽ വിജയിക്കും. നിങ്ങൾ നന്നായി കളിക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ, അതിൻ്റെ റിസൾട്ട് എന്താ? യു വിൽ വിൻ ദ മാച്ച്, നിങ്ങൾ മാച്ച് വിജയിക്കും. ഈ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യാം, രണ്ട് ഭാഗങ്ങളാക്കാം. ഞാൻ താഴെ നൽകിയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കിയേ. അതെ, എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ ഒരു ഭാഗം ഏതാണ്? ഇഫ് യു പ്ലേ വെൽ അല്ലേ? ഇഫ് യു പ്ലേ വെൽ അതെന്താണ്? കണ്ടീഷനാണ്. അടുത്തത് എന്താണ്? യു വിൽ വിൻ ദ മാച്ച്. അടുത്ത ഭാഗം യു വിൽ വിൻ ദ മാച്ച്, അതെന്താണ്? റിസൾട്ടാണ്. അപ്പോൾ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടോ? കണ്ടീഷനായിട്ടും റിസൾട്ടായിട്ടും. കണ്ടീഷൻ പറയുന്ന ഭാഗം ഒന്ന്, റിസൾട്ട് പറയുന്ന ഭാഗം ഒന്ന്. ഇനി നമുക്ക് പറയേണ്ടത് ഈ കണ്ടീഷൻ പറയുന്ന ഭാഗത്തിനെ, അപ്പോൾ ഇതിന് ഭാഗമെന്ന് പറയുന്നേക്കാളും നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു എന്തായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്താണ് ഇത്? ഇഫ് യു പ്ലേ വെൽ എന്ന് പറയുമ്പോൾ അതിലൊരു സബ്ജക്റ്റും വെർബും ഇല്ലേ? അപ്പോൾ നമുക്കതിനെ എന്ത് വിളിക്കാം? യെസ്, ക്ലോസ് എന്ന് വിളിക്കാം അല്ലേ? രണ്ടാമത്തെ റിസൾട്ടിലും എന്തുണ്ട്? യു വിൽ വിൻ ദ മാച്ച്, അതിലും എന്തുണ്ട്? സബ്ജക്റ്റും ഉണ്ട്, വെർബുമുണ്ട്. അതുകൊണ്ട് അതും ക്ലോസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തു പറയാം? ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ രണ്ട് ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ രണ്ട് ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ ക്ലോസ് അല്ലെങ്കിൽ ഇഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് എന്താണ്? കണ്ടീഷനും. അടുത്ത ക്ലോസ് എന്താണ്? റിസൾട്ടുമാണ്. അപ്പോൾ ആദ്യത്തെ ക്ലോസ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആദ്യത്തേതുമാകാം അവസാനത്തേതുമാകാം. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, കണ്ടീഷണൽ സെൻറ്റൻസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ട് ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊരു ക്ലോസ്, അത് ഏത് ക്ലോസാണ്? ഇഫിൽ തുടങ്ങുന്ന ക്ലോസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു കണ്ടീഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ റിസൾട്ട് പറയുന്നത് അടുത്ത ക്ലോസ് അല്ലേ? എങ്കിൽ ഈ കണ്ടീഷൻ പറയുന്ന ഈ ക്ലോസിനെ, ഇഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ പറയുന്ന ഈ ക്ലോസിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ എന്താ സബോർഡിനേറ്റ് ക്ലോസ്? ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ രണ്ട് ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഇഫ് പറയുന്ന കണ്ടീഷൻ പറയുന്ന ക്ലോസിനെ ഇഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ പറയുന്ന ക്ലോസിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പറയുന്ന ക്ലോസിനെ എന്ത് വിളിക്കാം? മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. അതിൻ്റെ റിസൾട്ട് പറയുന്ന ക്ലോസിനെ എന്ത് വിളിക്കാം? മെയിൻ ക്ലോസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ നമുക്ക് രണ്ട് ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? എ കണ്ടീഷണൽ സെൻറ്റൻസ് ഹാസ് ടു ക്ലോസസ്. എ കണ്ടീഷണൽ സെൻറ്റൻസ് ഹാസ് ടു ക്ലോസസ്. ഏതൊക്കെയാണ്? ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ്, രണ്ട് മെയിൻ ക്ലോസ് അല്ലേ? സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സബോർഡിനേറ്റ് ക്ലോസ്, മെയിൻ ക്ലോസ്. അങ്ങനെയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ബിഗിൻസ് വിത്ത് ഇഫ്. ഇഫിൽ ആരംഭിക്കുന്നതാണ്. കണ്ടീഷണൽ സെൻറ്റൻസിൽ ഇഫിൽ ആരംഭിക്കുന്ന ക്ലോസ് ആണ് എന്ത്? സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ? ഇഫിൽ ആരംഭിക്കുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞു, എന്താ? കണ്ടീഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ? കണ്ടീഷനല്ലേ എക്സ്പ്രസ് ചെയ്യുന്നത്? അതേപോലെ തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. കനോട്ട് സ്റ്റാൻഡ് എലോൺ ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എന്ന രീതിയിൽ നമുക്ക് അതിനെ കാണാൻ പറ്റുമോ? ഇല്ല.
ഒന്ന് ശ്രദ്ധിച്ചേ, ഇതിലെ സെൻറ്റൻസ് എന്താണ്? ഇഫ് യു പ്ലേ വെൽ, അതാണല്ലോ ഇഫിൽ തുടങ്ങുന്ന സബോർഡിനേറ്റ് ക്ലോസ്. ഇഫ് യു പ്ലേ വെൽ എന്ന് മാത്രം പറയുമ്പോൾ നമുക്കതിനൊരു മീനിങ് കിട്ടുന്നുണ്ടോ? ഇല്ല, മീനിങ് ലഭിക്കുന്നില്ല അല്ലേ? അപ്പോൾ അതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ബിഗിൻസ് വിത്ത് ഇഫ്, എക്സ്പ്രസ്സസ് ദ കണ്ടീഷൻ, കണ്ടീഷൻ പറയുന്ന, ഇഫിൽ ആരംഭിക്കുന്ന എന്നാൽ കംപ്ലീറ്റ് സെൻറ്റൻസ് തരാത്ത ക്ലോസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പറഞ്ഞു കഴിഞ്ഞു. മെയിൻ ക്ലോസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റിസൾട്ട് ഓഫ് ദ കണ്ടീഷൻ, കണ്ടീഷൻ്റെ റിസൾട്ടാണ് പറയുന്നത്. റിസൾട്ട് പറയുന്ന ക്ലോസ് ആണ് മെയിൻ ക്ലോസ്. എന്നാൽ അതിന് ഒരു സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ ആ സെൻറ്റൻസിലെ മെയിൻ ക്ലോസ് ഏതാണ്? യു വിൽ വിൻ ദ മാച്ച് അല്ലേ? ഇഫ് യു പ്ലേ വെൽ യു വിൽ വിൻ ദ മാച്ച് എന്ന് പറയുന്ന സെൻറ്റൻസിലെ മെയിൻ ക്ലോസ് ഏതാണ്? യു വിൽ വിൻ ദ മാച്ച്. ഈ യു വിൽ വിൻ ദ മാച്ച് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കതിനൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ലേ? നീ മാച്ചിൽ വിജയിക്കും, ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോസിനെ കരുതാമല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത്. ഒന്നും കൂടി ഞാൻ ഓവറോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാം. എ കണ്ടീഷണൽ സെൻറ്റൻസ് ഈസ്, ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. എ കണ്ടീഷണൽ സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ്സസ് എ കണ്ടീഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു കണ്ടീഷനും ഒരു റിസൾട്ടും എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. എ കണ്ടീഷണൽ സെൻറ്റൻസ് ഹാസ് 2 ക്ലോസസ്. ഒരു കണ്ടീഷണൽ സെൻറ്റൻസിന് 2 ക്ലോസസ് ഉണ്ട്. ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇനി സബോർഡിനേറ്റ് ക്ലോസിൻ്റെ പ്രത്യേകത എന്താ? ഇഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ പറയുന്ന ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ്. അതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ സാധിക്കില്ല. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കണ്ടീഷൻ്റെ റിസൾട്ട് പറയുന്നതാണ് മെയിൻ ക്ലോസ്. അതിനൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണ് വാട്ട് ഈസ് എ കണ്ടീഷണൽ സെൻറ്റൻസ്, അതുപോലെ കണ്ടീഷണൽ സെൻറ്റൻസിനെ എത്ര ക്ലോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 ക്ലോസസ്. അതിൽ ഒരു ക്ലോസിൻ്റെ പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത് ഇഫിൽ ആരംഭിക്കുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. അത് കണ്ടീഷനാണ് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ് മെയിൻ ക്ലോസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത് കുറച്ചുകൂടെ റിവൈസ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. കണ്ടീഷണൽ സെൻറ്റൻസ് പറഞ്ഞു, അതിൻ്റെ ക്ലോസസിനെ കുറിച്ചും പറയുന്നു. ഇനിയും അതിനു മുമ്പ് ഒരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലോ. ഇഫ് യു സ്റ്റഡി ഹാഡ് യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി ഹാഡ് യു വിൽ പാസ്. ഈ സെൻറ്റൻസിനെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് മെയിൻ ക്ലോസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാമല്ലോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതാണ്. ഇതിലേതാണ് സബോർഡിനേറ്റ് ക്ലോസ് വരുന്നത്? യെസ്, ഇഫ് യു ഏതാണ് വരുന്നത്? ഇഫ് യു സ്റ്റഡി ഹാഡ് അല്ലേ? ഇഫ് യു സ്റ്റഡി ഹാഡ് എന്ന് പറയുന്നതാണ് എന്ത്? ഇതിലെ സബോർഡിനേറ്റ് ക്ലോസ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ മെയിൻ ക്ലോസ് ഏതാണ്? മെയിൻ ക്ലോസ് ഏതാണ്? യു വിൽ. മെയിൻ ക്ലോസ് ഏതാണ് വരുന്നത്? യെസ്, യു വിൽ പാസ്. അതല്ലേ മെയിൻ ക്ലോസ് വരുന്നത്? ഓക്കെ, യു വിൽ പാസ്, അതാണ് മെയിൻ ക്ലോസ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ്. എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് മനസ്സിലായി, അതിൻ്റെ ക്ലോസസിനെ കുറിച്ച് മനസ്സിലായി. കണ്ടീഷണൽ സെൻറ്റൻസിലെ ഈ ക്ലോസസ്, 2 ക്ലോസസ് ഉണ്ടല്ലോ, സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും. ഈ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിക്കുന്ന ടെൻസസിൽ ചില ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ് കിട്ടും. അപ്പോൾ എന്താ പറഞ്ഞത്? കണ്ടീഷണൽ സെൻറ്റൻസിനകത്തെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും രണ്ടിലും ടെൻസസിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് കിട്ടും. അതേതൊക്കെയാണ് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം. ഓരോ ടൈപ്പും പ്രത്യേകം എടുത്ത് പഠിക്കണം. അതിൻ്റെ ടെൻസിൽ എന്താണ് ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഓരോ ടൈപ്പും എടുത്തെടുത്ത് മനസ്സിലാക്കി പഠിച്ചെങ്കിലേ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യന് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഏതാണ് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സീറോ കണ്ടീഷണൽ. 2 ഫസ്റ്റ് കണ്ടീഷണൽ, 3 സെക്കൻഡ് കണ്ടീഷണൽ, 4 തേർഡ് കണ്ടീഷണൽ. ഒന്നാമത് സീറോ കണ്ടീഷണൽ, 2 ഫസ്റ്റ് കണ്ടീഷണൽ, 3 സെക്കൻഡ് കണ്ടീഷണൽ, 4
തേർഡ് കണ്ടീഷണൽ. ഇതാണ് ഈ 4 എണ്ണമാണ് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ്. ഇതെങ്ങനെയാണ് വന്നത്? കണ്ടീഷണൽ സെൻറ്റൻസിലെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിക്കുന്ന ടെൻസസിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ടെൻസസിൽ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് ചില ചേഞ്ചസ് വരുത്തുമ്പോൾ നമുക്ക് ഈ 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഒന്നാമത്തതായ സീറോ കണ്ടീഷനാണ്. സീറോ കണ്ടീഷണൽ മാത്രമാണ്, സീറോ കണ്ടീഷനിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത്. മറ്റുള്ള 3 എണ്ണം നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ സീറോ കണ്ടീഷണൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സീറോ കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു മെയിൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ് ആൻഡ് ഹാബിറ്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ്. അപ്പോൾ സീറോ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഫാക്ട്സ്, ജനറൽ ട്രൂത്ത് ആൻഡ് ഹാബിറ്റ്സ്. ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്, ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ചാണ് പറയുമ്പോഴാണ് നമ്മൾ സീറോ കണ്ടീഷൻ ഉപയോഗിക്കുന്നത്. അപ്പം സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസുകൾ എപ്പോഴും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഫാക്ട്സ്, യഥാർത്ഥമായ കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പം ഒരു സെൻറ്റൻസ് തന്നാൽ പല കണ്ടീഷണൽ സെൻറ്റൻസസ് 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് നമുക്ക് മിക്സ് ചെയ്ത് തരിക, ഓരോന്നും തരിക. അത് തരുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്നും സീറോ കണ്ടീഷണൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പോയിൻ്റാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സീറോ കണ്ടീഷനിൽ പറയുന്നത്? ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ് ആൻഡ് ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ച് പറയുന്നതാണ് സീറോ കണ്ടീഷണൽ. അപ്പോൾ സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇനി അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന്, ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. എന്താണ് അതിനർത്ഥം? ഇഫ് യു ഹീറ്റ് വാട്ടർ, വെള്ളം തിളയ്ക്കുകയാണെങ്കിൽ, വെള്ളം ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബോയിൽസ്, അത് തിളയ്ക്കും. വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും. ഇവിടുത്തെ കണ്ടീഷൻ ഏതാണ്? അതായത് സബോർഡിനേറ്റ് ക്ലോസ് ഏതാ വരുന്നത്? ഇഫ് യു ഹീറ്റ് വാട്ടർ, ഇഫിൽ തുടങ്ങുന്നത്, അതാണ് കണ്ടീഷൻ. വെള്ളം ചൂടാക്കിയാൽ അതൊരു കണ്ടീഷനാണ്. അതിൻ്റെ റിസൾട്ട് എന്താ? ഇറ്റ് ബോയിൽസ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് അല്ലേ? അതൊരു യഥാർത്ഥമായ കാര്യമല്ലേ പറയുന്നത്? ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് പറയുന്നത്? വെള്ളം ചൂടാക്കിയാൽ അത് തിളയ്ക്കും. അതൊരു യഥാർത്ഥമായ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസ് ആണ്. അടുത്ത സീറോ കണ്ടീഷനിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഇഫ് യു ടച്ച് ഫയർ ഇറ്റ് ബേൺസ്. ഇഫ് യു ടച്ച് ഫയർ ഇറ്റ് ബേൺസ്. എന്താണ്? ഇഫ് യു ടച്ച് ഫയർ ഇറ്റ് ബേൺസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതെ, നമ്മൾ തീയിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? പൊള്ളും. തീയിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? പൊള്ളും. അപ്പോൾ അതെന്താണ്? അതൊരു സത്യമായ കാര്യമാണ് അല്ലേ? ഒരു ഫാക്റ്റാണ്, ഒരു ട്രൂത്താണ് പറയുന്നത്. അപ്പോൾ ഈ 2 സെൻറ്റൻസുകളും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട്സ് ആണ് പറയുന്നത്. അതുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്താണ്? സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. അപ്പം സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെൻസ് എന്താണെന്ന് നോക്കാം. ഈ സീറോ കണ്ടീഷണൽ സെൻറ്റൻസിനെ 2 ക്ലോസ് ആയിട്ട് സീറോ കണ്ടീഷണൽ സെൻറ്റൻസ് അല്ല, കണ്ടീഷണൽ സെൻറ്റൻസിനെ 2 ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ 2 സെൻറ്റൻസുകൾ എടുക്കുക. ഇതിലെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാ വരുന്നത്? അതെ, ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ് എന്ന് പറയുന്ന സെൻറ്റൻസിലെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? ഇഫ് യു ഹീറ്റ് വാട്ടർ. ഇതാണല്ലോ സബോർഡിനേറ്റ് ക്ലോസ്. ഇതിലെ വെർബ് ഏതാണ്? ഹീറ്റ്. വെർബ് ഹീറ്റ് ആണ് അല്ലേ? ഹീറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ്? യെസ്, പ്രസൻറ്റ് ടെൻസിലെ സിമ്പിൾ പ്രസൻറ്റിൽ വരുന്ന വെർബാണ്. സിമ്പിൾ പ്രസൻറ്റിലാണ് വെർബ് വരുന്നത്. അതുപോലെ എങ്കിൽ മെയിൻ ക്ലോസ് ഒന്ന് നോക്കി. മെയിൻ ക്ലോസിൽ ഏത് ടെൻസിലാണ് വരുന്നത്? മെയിൻ ക്ലോസ്
മെയിൻ ക്ലോസ് ഏതാണ്? ഇറ്റ് ബോയിൽസ്. ഇറ്റ് ബോയിൽസിലെ ടെൻസ് ഏതാണ്? വെർബ് ഏതാണ്? ബോയിൽസ്. ബോയിൽസ് എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സോ എന്ത് മനസ്സിലായി? ഒരു കണ്ടീഷണൽ സെൻറ്റൻസിലെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഒരു സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിലെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ശരിയാണോ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇഫ് യു ടച്ച് ഫയർ ഇറ്റ് ബേൺസ്, അല്ലേ? ഇഫ് യു ടച്ച് ഫയർ ഇറ്റ് ബേൺസ് എന്ന് പറയുമ്പോൾ നോക്കി, അതിലെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു ടച്ച് ഫയർ, അല്ലേ? അതിലെ ടെൻസ് ഏതാണ്? അതിലെ ടെൻസ് അതെ ഏതാ? ടച്ചാണ്, അല്ലേ? ടെൻസ് ഏതാണ്? ടച്ചാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ മെയിൻ ക്ലോസ് ഏതാണ്? ഇറ്റ് ബേൺസ്, അല്ലേ? മെയിൻ ക്ലോസിലെ വെർബ് ഏതാണ്? ബേൺസ്. അതിലെ ബേൺസ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ്. സോ ഇപ്പം മനസ്സിലായല്ലോ. ഇപ്പം രണ്ട് എക്സാമ്പിൾസിലൂടെ നമുക്ക് മനസ്സിലായി സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസുകളിലെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും ഉപയോഗിക്കുന്ന ടെൻസ് എന്ത് തന്നെയാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. സോ സീറോ കണ്ടീഷണൽ സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, അതെപ്പോഴും ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ഏത് ടെൻസാണ് അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും യൂസ് ചെയ്യുന്ന ടെൻസ് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസുകൾ എപ്പോഴും എന്താണ് പറയുക? ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ് ഇവയിലേതെങ്കിലും ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും യൂസ് ചെയ്യുന്നത് എന്ത് ടെൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻ്റ് ആണ്. ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതിൽ നിന്നും നമുക്ക് ഈ സീറോ കണ്ടീഷണലിനൊരു സ്ട്രക്ചർ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ സ്ട്രക്ചർ ഉണ്ടാക്കാം. നോക്കാം. ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, അത് ഇതിൻ്റെ സ്ട്രക്ചറാണ് വരുന്നത്? അത് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ സ്ട്രക്ചറാണ്, അല്ലേ? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ്, ഇവിടെ സബ്ജക്റ്റ് ഏതാ? യു, പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ഹീറ്റ്. അപ്പോൾ എന്താണ് സ്ട്രക്ചർ? എന്താണ് സബോർഡിനേറ്റ് ക്ലോസിൻ്റെ സ്ട്രക്ചർ? എന്താണ്? ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് V1 ഫോം എന്ന് നമുക്ക് പറയാം. V1 ഫോം ഓഫ് ദ വെർബ് എന്നും നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും പറയുന്നത്? മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ എന്താ? അതെ, നോക്കിക്കേ. മെയിൻ ക്ലോസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. ഒന്നും കൂടി ആ സെൻറ്റൻസ് നോക്കൂ. ഇഫ് യു ഹീറ്റ് വാട്ടർ, അതിൻ്റെ സ്ട്രക്ചർ എന്താ? ഇഫ് പ്ലസ് സബ്ജക്റ്റ്, ഇവിടെ യു പ്ലസ് സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഫോം ഏതാ? ഹീറ്റ്. ഇഫ് യു ഹീറ്റ്. മെയിൻ ക്ലോസ് ഏതാ? ഇറ്റ് ബോയിൽസ്. അതിൽ സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഒന്നും കൂടി പറയാം. സീറോ കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ അത് ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ്, ഹാബിറ്റ്സ് ഇവ പറയും. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൻ്റെ സ്ട്രക്ചർ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? V1 ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വെർബ്. അതുപോലെ മെയിൻ ക്ലോസിൽ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വെർബ്, മെയിൻ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇതിലേതെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ എന്താണ്? ഒന്നും കൂടി പറയാം. ഫാക്ട്സ്, ജനറൽ ട്രൂത്ത്സ് എന്നിവയെക്കുറിച്ച് പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസിലും സിമ്പിൾ പ്രസൻ്റ് ആണ്, മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ. ഇപ്പോൾ സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ? അതെന്താണെന്ന് നോക്കിയാൽ മതി. അത് ഫാക്ട്സ് ആണോ ജനറൽ ട്രൂത്ത് ആണോ അത് നോക്കുക. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെൻസുകൾ സിമ്പിൾ പ്രസൻ്റ് ആണോ, രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണോ നോക്കുക. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ സീറോ കണ്ടീഷണൽ ഉറപ്പായിട്ടും മനസ്സിലാവും.
പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എന്താണ് സീറോ കണ്ടീഷണൽ, എന്താണ് ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത് എന്നായിരിക്കത്തില്ല ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ഇതെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ പറയുമ്പോൾ അതൊന്ന് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിൽ എഴുതി നിങ്ങൾ തന്നെ ആദ്യം ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് പിന്നത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം 2 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. മറ്റു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ സ്മെൽസ് ഇറ്റ് ഡാഷ് വാട്ടർ. ഇഫ് ഐ സ്മെൽസ് ഇറ്റ് ഡാഷ് വാട്ടർ, എന്താണ് ഇതിനർത്ഥം? അതെ, ഐസ് ഉരുകുമ്പോൾ എന്ത് സംഭവിക്കും? അത് വെള്ളമാകും. അതൊരു ഫാക്റ്റാണല്ലോ, അല്ലേ? അപ്പോൾ ഇതെന്താണ്? സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസ് ആണ്. ഇതിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഏതാ യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ്. നോക്കുക, സിമ്പിൾ പ്രസൻറ്റ് ആണോ യൂസ് ചെയ്യുന്നിരിക്കുന്നത്? മെൽസ് സിമ്പിൾ പ്രസൻറ്റ് ആണ്. സോ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സിമ്പിൾ പ്രസൻറ്റ് ഏതാണ്? ബിക്കംസ് ആണോ, ബിക്കെയിം ആണോ, വിൽ ബിക്കം ആണോ? തീർച്ചയായിട്ടും ഏതാണ്? ബിക്കംസ് ആണ്. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? becomes, it becomes water. If I smells, it becomes water. ഇപ്പോൾ മനസ്സിലായോ? സോ അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഡാഷ് ഡാർക്ക്. ഇഫ് ദ സൺ സെറ്റ് ഇറ്റ് ഡാഷ് ഡാർക്ക്, എന്താണ്? അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അത് സത്യമല്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അതൊരു റിയൽ ആയിട്ടുള്ള ട്രൂത്ത് അല്ലേ പറയുന്നത്? സോ അതൊരു സീറോ കണ്ടീഷനിൽ വരുന്ന സെൻറ്റൻസ് ആണ്. അതിലേതാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസിൽ ഏതാണ്? തീർച്ചയായിട്ടും സിമ്പിൾ പ്രസൻ്റ് ആണ്, സെറ്റ്സ്, അല്ലേ? സോ മെയിൻ ക്ലോസിൽ എന്താണ്? സിമ്പിൾ പ്രസൻ്റ് ആണ് വരേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ പ്രസൻറ്റിൻ്റെ 2 ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗെറ്റും ഒന്ന് ഗെറ്റ്സും, അല്ലേ? അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നത്? ഇറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് സിംഗുലർ ഫോം ഓഫ് ദ വെർബ് ഏതാ ഇതിനകത്ത്? ഗെറ്റ്സ് ആണ്, അല്ലേ? സോ എന്താ വരുന്നത്? ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. ഉത്തരം എന്താണ്? ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഇഫ് യു എക്സസൈസ് യു ഡാഷ് ഹെൽത്തി. എക്സസൈസ് ചെയ്താൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. അതൊരു സത്യമായ കാര്യമല്ലേ? റിയൽ അല്ലേ? സോ അതിവിടെയും എന്താണ്? സബോർഡിനേറ്റ് ക്ലോസിൽ യു എക്സസൈസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ ഏതാ വരുന്നത്? സ്റ്റേഡ് ആണോ, സ്റ്റേ ആണോ, വിൽ സ്റ്റേ ആണോ? തീർച്ചയായിട്ടും ഇതിനകത്ത് സിമ്പിൾ പ്രസൻ്റ് ഉള്ള ഒരു ഫോമേ ഉള്ളൂ, അത് സ്റ്റേ ആണ്. സോ ഉത്തരം സ്റ്റേ ആണ്, അല്ലേ? അതിനുശേഷം ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ കോഴ്സിന് ഓൺലൈൻ കോഴ്സിന് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.